ഇപ്പോൾ വേണമെങ്കിലും, ഈ നിമിഷം വേണമെങ്കിലും മാനസാന്തരപ്പെട്ടാൽ മതി, കർത്താവ് സ്വീകരിക്കും. ചേട്ടന് ഓർക്കുക, ഇടയ്ക്ക് ഇറങ്ങിയപ്പോഴും ഒരു വീടി വലിച്ചു. ചാരായം കണ്ടപ്പോ വായി വെള്ളം വന്നു, കുടിച്ചില്ലെങ്കിലും. മോശമായി പോയി, വായി വെള്ളം വെച്ച് അവിടെ നോക്കി ചിലർ നിന്നുപോയി. എന്താ? ഇപ്പോൾ വേണമെങ്കിലും. യേശു കർത്താവിന് വർത്തമാനകാലമാണ് എപ്പോഴും. ഈ നിമിഷം മാനസാന്തരപ്പെട്ടാൽ കർത്താവ് സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരെല്ലാം പറയും, അയ്യോ അവൻ തല്ലിപ്പൊളിയാ, അല്ലെ അവൻ തെമ്മാടിയാ, അല്ലെ വഴക്കുകാരനാ, കള്ളുകുടിയനാ, ഭാര്യയ്ക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. മോനെ, ഇതാ രക്ഷയുടെ നിമിഷങ്ങൾ. കർത്താവ് സ്വീകരിക്കും. രണ്ട് കരവും നീട്ടി കർത്താവ് സ്വീകരിക്കും. കർത്താവ് ഉയർത്തും, കർത്താവ് വലിയവനാക്കും. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ചില എഴുത്തിമാരെ കരയും. എന്തറിയാവോ? അമ്പുരാനെ പെടിനെ കെട്ടിക്കാറായി, അല്ലെ അറിയാന്റെ കൂടി, അല്ലെ വീടില്ല, കൃഷി പോയി, അയ്യോ എങ്ങനെ അങ്ങനെ ഇങ്ങനെ, ഇതോർത്ത് കരയും. അത് നമ്മൾ വിചാരിക്കും ധ്യാനിച്ചുകൊണ്ടിരിക്കും ചേർത്തി ഭയങ്കര കരച്ചിൽ, കർത്താവ് എന്നുമ്പോൾ ഭയങ്കര കരച്ചില്. നമ്മൾ വിചാരിക്കും മാനസാന്തരപ്പെട്ടത്. അല്ല, ചെറുത്താന്റെ കരച്ചിലാണ്. കർത്താവിന്റെ മുമ്പിൽ അതിന് ആറ് മുമ്പിൽ കരേണ്ടത്. കരയേണ്ട എന്തോർന്നറിയാവോ? ഭർത്താവിന്റെ കുടി മാറണമെങ്കിൽ, അല്ലെ ഭാര്യയുടെ സ്വഭാവം നന്നാകണമെങ്കിൽ, മക്കൾ നന്നാകണമെങ്കിൽ, ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് നിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ ഓർത്തു കരയുവിൻ. അവർ വിശുദ്ധരെ. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഓർത്തു കരയുവിൻ, അവരാണ് വിശുദ്ധരെ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അത് ഓർത്തു പറയുന്നവരെ ഭൗതിക ബന്ധനമുള്ളവരാ, ചെകുത്താന്റെ കരച്ചില. അത് പറയാൻ നേരമില്ല. എങ്കിലും ചെറുതായിട്ട് പറയട്ടെ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. മാനസാന്തരത്തിന്റെ ഒരു പോയിന്റാ. വസ്ത്രമല്ല എന്ന് പറഞ്ഞാൽ വികാര പ്രകടനമല്ല, ഒരു കൂക്കിവിളി എല്ലാവരെക്കാൾ ഉച്ചയ്ക്ക്, അതല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയമാണ് ഭേദിക്കേണ്ടത്. ഹൃദയം എങ്ങനെ ഭേദിക്കുന്നത്? ദൈവജനമേ, വീണ്ടും പറയട്ടെ, മനുഷ്യ ഹൃദയങ്ങളിൽ പലതും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞും പണ്ട് ഇഷ്ടപ്പെട്ട ഒരുത്തി ഇപ്പോഴും ഹൃദയത്തിൽ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കയറി വരും. വസ്ത്രമല്ല കീറേണ്ടത്, നിന്റെ ഹൃദയമാണ് ഭേദിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അത് മാറ്റി മുഴു ഹൃദയം ആര് ഈശോയ്ക്ക് കൊടുക്കുന്നുവോ അവരാണ് മാനസാന്തരപ്പെട്ടവര്. പകുതി ഹൃദയം കൊടുക്കുന്നവരല്ല. പകുതി ഹൃദയം കൊടുത്താൽ എന്തു പറ്റുമെന്ന് പറയാം, കേട്ടോണം. യേശുവിന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേര്, പത്രോസും യൂദാസും. എല്ലാവർക്കും അറിയാവുന്ന ശിഷ്യന്മാരാ, അല്ലേ? പത്രോസും യൂദാസും. രണ്ടുപേരും ഏതാണ്ട് ഒരേ തെറ്റ് ചെയ്തു. പത്രോസ് എന്താ ചെയ്തത്? താബോർ മലയിൽ വെച്ച് അവന്റെ രൂപാന്തരം കണ്ടവനാ. മരിച്ചവരെ വചനം കൊണ്ട് ഉയർപ്പിക്കുന്ന കണ്ടവനാ ലാസറിനെ. അവനാ പറഞ്ഞത്, ഞാൻ അവനെ അറിയത്തില്ല. ഒന്നാം പ്രമാണ ലംഘനം അല്ലേ? യൂദാസോ 3.5 വർഷക്കാലം കൂടെ നടന്ന് യേശു ആരാണെന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിച്ചവൻ ഏതാനും വെള്ളിക്കാശുകൾക്ക് നാഥന്മാരുടെ നാഥനെ, ഗുരുവിനെ ഊറ്റിക്കൊടുത്തു. രണ്ടുപേരും പശ്ചാത്തപിച്ചു എന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരാള് പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്കും ഒരാളെ പശ്ചാത്തപിച്ച് നാശത്തിലേക്കും തിരിഞ്ഞുവെന്ന് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നു. പത്രോസ്ലീഹ പറയുന്നത് നാശത്തിന്റെ പുത്രനെന്നാണ് യൂദാസിനെ പറയുന്നത്. അപ്പോൾ പശ്ചാത്തപിച്ച് ഏത് വഴിയിലേക്ക് പോയി? നാശത്തിന്റെ വഴിയിലേക്ക് പോയി. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാര്യം? കേട്ടോ, യൂദാസിനെ ആദ്യം യേശു ക്രിസ്തു പരിസയനായ ശിമയോന്റെ വീട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ കാപ്പിയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ആര് കയറി വന്നു? പാപിനിയായ സ്ത്രീ കയറി വന്നു. യേശുവിന്റെ പാദാന്തികയിരുന്നു, കരയാൻ തുടങ്ങി, തലയോട് തുടയ്ക്കാൻ തുടങ്ങി, തൈലം കാലി പൂശി. ഇത് കണ്ടപ്പം യൂദാസിനൊരു വെപ്രാളം. ഏത് കണ്ടപ്പോഴാ? അയ്യോ, 300 തരാറാണ് തൈലമല്ലേ ഇങ്ങനെ പാഴാക്കുന്നത്. അവന്റെ ഉള്ളിൽ ഒരു വെപ്രാളം.
യോഹന്നാന്റെ സുവിശേഷം 12:5 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോഹന്നാൻ ശ്ലീഹ പറയുകയാ, അവനിത് പറഞ്ഞത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പാപങ്ങളോട് പരിഗണനയുണ്ടായിട്ടല്ല. മനസ്സിലായോ? അവനിത് പറഞ്ഞത് അവന്റെ ഉള്ളിൽ പാപങ്ങളോട് പരിഗണനയുണ്ടായിട്ടല്ല. പ്രത്യുതി അവൻ കള്ളനായിരുന്നു, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, അതിൽ നിന്നവൻ മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദാസ് ഇത് പറഞ്ഞത് എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു. അപ്പം യേശുവിന്റെ കൂടെ യൂദാസിന്റെ ഹൃദയത്തിൽ ഭേദനം നടന്നിരുന്നോ? വിളിച്ചിരുന്നാ പോരെ, പറ. നടന്നോ? പറ പെങ്ങന്മാരെ, എന്നാ സഹോദരങ്ങൾ പറ, നടന്നോ? എന്തു വേണേലും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം അല്ലേ? അവന്റെ ഹൃദയത്തിൽ ഭേദനം നടന്നില്ല. യേശുവിന്റെ കൂടെ പള്ളിയിൽ തന്നെയാ, പള്ളിയിലാ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നും പള്ളിയിൽ വരുന്നൊരു വിശ്വർവാനം സ്വീകരിക്കുന്നവർക്ക് മരിക്കണം തോന്നുമോ? തോന്നും. ഉദാഹരണം യൂദാസ് എന്നും പള്ളിയല്ലായിരുന്നോ? ആരാ പള്ളി? യേശു ക്രിസ്തുവാ. ആണോ? എന്തുകൊണ്ട് തോന്നി? ആരെ ഹൃദയത്തിൽ ഭേദനം നടത്താതെ വിശ്വാസ ജീവിതം നയിക്കുന്നവോ അവർക്കാണ് മരിക്കണം തോന്നുന്നത്. ചില മനുഷ്യരുണ്ട്, ഭർത്താവ് കുടിച്ചാലും എടുത്ത് കലക്കിയാലും മരിക്കണമെന്ന് തോന്നത്തില്ല. കാരണം എന്താ? അവരുടെ ഹൃദയത്തിൽ ദൈവമുണ്ട്. അത് ഞാൻ മീശന്ന് കണ്ടാൽ മതി, ഞാൻ മരിക്കിപ്പം. എന്നാ നിന്റെ ഹൃദയത്തിൽ ഭേദം നടന്നിട്ടില്ല. ഇപ്പൊ എന്ത് വേണം? നമ്മുടെ ഹൃദയത്തിൽ ഭേദനം നടക്കുന്നെങ്കിലേ മരിക്കണം എന്നുള്ള നിരാശ ചെകുത്താൻ വിട്ടുപോകൂ. ഇനിയും പത്രോസ് ഭേദനം നടത്തിയില്ലോ എന്ന് അറിയണ്ടേ? പറയാം. പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശുക്രിസ്തു പത്രോസിനെ ശിക്ഷണത്തിലേക്ക് വിളിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അതെ. ഓർത്തു നോക്കിയേ, യേശുക്രിസ്തു വന്ന് പത്രോസിനെയും അന്ത്രയോസിനെയും വള്ളത്തിൽ കയറി തന്നെ പറഞ്ഞു, ശരി ഇവിടെ നീക്കാൻ പറഞ്ഞു. നീക്കി ഒരു വലിയ പ്രസംഗം നടത്തി. പ്രസംഗം കഴിയുമ്പോൾ ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞു. പത്രോസ് ഒറ്റയേറെ എന്ത് കിട്ടി? വല നിറയെ മത്സ്യം. ഇത് കണ്ടപ്പോ പത്രോസ് എന്താ പറയുന്നത്? കർത്താവേ, ഞാൻ പാപിയാണ് കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ വേദനമുള്ള വ്യക്തിക്ക് മാത്രമേ, ഒന്നാം സ്ഥാനം ദൈവത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ ഞാൻ പാപിയാണ് കർത്താവേ എന്ന് പറയുവാൻ സാധിക്കൂ. വേറെ വല്ലവരും ആണെ പറഞ്ഞനെ, എവിടെ ശ്രദ്ധ കണ്ണോടെ പോയനെ, അയ്യോ വല നിറച്ച് മീന്, ഇവന്റെ കൂടെ നിന്നാ കൊള്ള, അയ്യോ എന്തൊരു പരിപാടിയാ, കടൽ കൂടെ എന്റെ ആയി തീർന്നേനെയല്ലോ. ഇതാണ് ബന്ധനമുള്ള വ്യക്തിയുടെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റാം. ബൈബിൾ പറയുന്നു, അവനെല്ലാം ഉപേക്ഷിച്ചു, യേശുവിനെ അനുഗമിച്ചു. അവൻ പറഞ്ഞോ, ദൈവജനമേ, ഞാനും നിങ്ങളും അവസാനം വരെ എത്തിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിന് ഉടമയായി തീരണമെങ്കിൽ മറക്കരുത്, നമ്മുടെ ഹൃദയത്തിൽ ഭേദനം നടന്നിരിക്കണം. അവർക്കാണ് സ്വർഗം. കേട്ടോ വല്യമ്മേ? ഹൃദയം ആർക്ക് കൊടുത്തിരിക്കണം? വല്യമ്മയ്ക്കൊരു എപ്രാളം കൈ 500 രൂപ ഇരിപ്പുണ്ട്. തമ്പുരാനെ അതെങ്ങനെ മാറ്റിവെക്കുന്നത്? വല്യമ്മമാരെ ഈ 500 കൊണ്ട് ഇരുന്നാലുണ്ടല്ലോ, മരിക്കാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കും കൈ. ചില വല്യമ്മമാരൊക്കെ ചാകുമ്പോൾ ഞാൻ കണ്ടോട്ട് ഇങ്ങനെ ഇരിക്കും കൈ. പ്രൈസ് ദി ലോർഡ്. വല്യമ്മയുടെ കഴുത്തെ ഒരു മാല കാണും. വല്യമ്മയ്ക്ക് മാലയും കൊടുക്കും, ആർക്കും കൊടുക്കുകയില്ല. മകൻ കിടന്ന് പട്ടിണി കിടന്നാലും കൊടുക്കുകയില്ല. എങ്ങനെ പിടിച്ചോണ്ടിരിക്കുക? ചാകാൻ നേരം ചാകാൻ വലിയ പാടായിരിക്കും. എന്ത് വേണം? ഹൃദയത്തിൽ വേദനം വേണം. ഹൃദയത്തിൽ വേദനം എങ്കിലേ നല്ല മരണം ലഭിക്കൂ, മാനസാന്തരമാകൂ. നമുക്ക് കർത്താവിന് ഹൃദയം കൊടുത്തില്ലെങ്കിൽ എന്തു പറ്റും എന്നൊരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം. പ്രധാനപ്പെട്ടതാണ്. ജെറമിയ 8:4. ജെറമിയ, നീ അവരോട് പറയുക. ആരോട് വാട്ടെ? കർത്താവ് അരുളിച്ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വീണവൻ എഴുന്നേൽക്കുകയില്ലേ? നമ്മുടെ ചേടുത്തി അല്ലെ, നമ്മുടെ പിള്ളേരെ, കൊച്ചു പിള്ളേരെ, പെൺപിള്ളേരെ ധ്യാനത്തിന് വരിക. ഒരു കല്ലേ തട്ടി വീണു. മോളെ, വീണ് കിടക്കുന്നിടത്തുനിന്ന് മോൾ എഴുന്നേക്കുവോ? കൊള്ള, ചാടി എണീക്കില്ലേ? എന്നാ അതിനു മുമ്പ് ഒരു പരിപാടിയുണ്ട്. കുഞ്ഞെന്നെ എടുക്കുന്നറിയാവോ? എഴുന്നേക്കുന്ന മുമ്പേ ആരെങ്കിലും കണ്ടോന്ന് നോക്കും, അതിനുശേഷം ചാടി എഴുന്നേക്കത്തുള്ളൂ. ഇവിടെ പറയുന്നു,
വീണവൻ എഴുന്നേൽക്കുകയില്ലേ? നമ്മളിൽ ആര് വീണാലും എഴുന്നേക്കാവുക ചാടി എഴുന്നേക്കും. ഇല്ലേ? ഇല്ലേ പാപ്പ? എഴുന്നേക്കും. അടുത്തത്, വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? ധ്യാനത്തിന് വന്നു, വഴി തെറ്റിപ്പോയി, അങ്ങോട്ട് പോവുക. അപ്പോഴമ്മ പറഞ്ഞു, മഠത്തിലല്ല ധ്യാനം, ഇവിടെ ധ്യാനം. വഴി തെറ്റിയവൻ ധ്യാനിക്കാൻ വന്നവരാണെങ്കിൽ തിരിച്ചു വരാതിരിക്കുമോ? വരും. എന്നാൽ കർത്താവ് എന്തുകൊണ്ടാണ് ഈ ജനം ഒരു കൂട്ടം ആൾക്കാരെ ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മർദ്ദിക്കുന്നു? പാപം പറഞ്ഞിട്ട് മനസ്സിലായി, പശ്ചാത്തപിക്കുവാൻ തയ്യാറില്ല, കുമ്പസാരിക്കുവാൻ തയ്യാറില്ല, മദ്യാസക്തി ഉപേക്ഷിക്കാൻ തയ്യാറില്ല, പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഭാര്യയെ സ്നേഹിക്കുവാൻ, ഭർത്താവിനെ സ്നേഹിക്കുവാൻ, മക്കളെ സ്നേഹിക്കുവാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, ക്ഷമയോദിക്കുവാൻ ചിലർക്ക് തയ്യാറില്ല. എന്താ കാരണം? വഞ്ചനയിലാണ് അവർക്ക് ആസക്തി. അവരുടെ ഹൃദയത്തിൽ ദൈവമല്ല, വഞ്ചന കുടികൊള്ളുന്നു, പാപം കുടികൊള്ളുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ ഭേദനം നടത്താത്തവരെ വീണാൽ എഴുന്നേക്കത്തില്ല. ഉദാഹരണം യൂദാസ്. വഴിതെറ്റിയെന്നറിഞ്ഞാലും മടങ്ങി വരത്തില്ല. ആരെ? വ്യഭിചാരം ചെയ്തു, അത് ചെയ്യാൻ പാടില്ല, ഭർത്താവിന് നിമിത്തമായ വഞ്ചനയാണ്, അല്ലെങ്കിൽ ലോകത്തോടുള്ള വഞ്ചനയാണ്, ചെയ്യാൻ പാടില്ല, ഞാൻ മാനസാന്തരപ്പെടത്തില്ല. എന്താ? നിന്റെ ഹൃദയത്തിൽ വഞ്ചനയാണ്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. അടുത്തത്, മാനസാന്തരപ്പെട്ടവരുടെ മൂന്നാമത്തെ ലക്ഷണം 2 കൊരിന്തോസ് 5-ാം അധ്യായം 17-ാം വാക്യം. അവിടെ പറയുന്നത്, യേശുവിലാകുന്നവൻ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് വിശ്വാസിയായി ജീവിക്കുന്ന ക്രിസ്ത്യാനി, അല്ലെ വിശ്വാസി, അവനൊരു പുതിയ സൃഷ്ടിയാകാൻ തീരുമാനിക്കണം. എന്താകാൻ തീരുമാനിക്കണം? ഒരു പുതിയ സൃഷ്ടി. ലോകത്തിന്റെ മകനല്ല, പിശാചിന്റെ മകനല്ല, ദൈവത്തിന്റെ മകനായി ജീവിക്കാൻ തീരുമാനിക്കണം. തുടർന്ന് പറയുന്നു, അവനിലെ പഴയത് കടന്നു പോകണം, പുതിയത് വരണം. എന്ത് വരണം? പുതിയത് വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു വന്നാൽ പഴയത് കടന്നു പോകണം, പുതിയത് വരണം. അച്ഛൻ കുടിക്കുന്നുണ്ടോ, കന്യാസം കുടിക്കുന്നുണ്ടോ, നമ്മൾ നോക്കണ്ട. ഞാൻ ശരിയല്ലേ? ഒക്കെ ലോകത്തിലില്ലേ? കുടിക്കുന്ന അച്ഛന്മാരൊക്കെ ലോകത്തിലുണ്ട്. എല്ലാ അച്ഛന്മാരും സ്വർഗത്തിൽ പോകുന്നു, എല്ലാ കന്യാസ്ത്രീമാരും സ്വർഗത്തിൽ പോകുന്നു, എല്ലാ വിശ്വാസം സ്വർഗത്തിൽ പോകുന്നൊന്നുമില്ല. ഉണ്ടോ അമ്മേ? നല്ലതായിട്ട് ജീവിക്കുന്ന സ്വർഗത്തിൽ പോകും. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങൾക്ക് വിഷമം? ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, അച്ഛന്റെ കൂട്ടി കുടിക്കുന്ന പാർട്ടിയാന്ന്. ഞാൻ കൊണ്ടാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മള് യേശുവിനെ സ്വീകരിച്ചെങ്കിൽ ഞാനൊരു പുതിയ വ്യക്തിയാകാൻ തീരുമാനിക്കണം. അതാണ് മാനസാന്തര ലക്ഷണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കൈയുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥന്മാരുടെ നാഥനായ കർത്താവേ, രാജാക്കന്മാരുടെ രാജാവായ കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ ഉണർത്തുവാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വേഗം വരേണമേ. കർത്താവേ, വേഗം വരേണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വാരി വിതറുവാൻ കർത്താവേ, വേഗം വരേണമേ. ഹല്ലേലൂയ. യേശുവേ, ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ കർത്താവേ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഹൃദയത്തില് അങ്ങേയ്ക്ക് സ്ഥാനം തരുവാൻ തീരുമാനിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നാഥ, എല്ലാവരെയും ഹൃദയമറിയുന്ന നല്ല ദൈവമേ, ഈ വചനങ്ങൾ കേട്ട് അങ്ങേയ്ക്ക് വേണ്ടി മാത്രം ഹൃദയം തരുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ആത്മീയമായും സാമ്പത്തികമായും ഇന്നു മുതൽ ഉയർത്തണമേ. നാഥ, അവരുടെ രോഗങ്ങൾ യേശു എന്ന വലിയ നാമത്തിൽ മാറിപ്പോകട്ടെ. അവരുടെ കുടുംബ തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ. യേശുവേ, നന്ദി. കർത്താവേ, ആ കുടുംബങ്ങളെ 1000 തലമുറ വരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.